5000 രൂപ ഇറക്കപ്പോ 5000 രൂപ നമുക്ക് റേറ്റ് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതില് ലോൺ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. 5 ലക്ഷം രൂപ ലോണും കിട്ടും ഇതിന്. കയറും 25,000 നമുക്ക് വണ്ടി കൊടുക്കാം. 4,65,000 രൂപയാണ് ചോദിക്കുന്നത്. 4,65,000 രൂപ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഒന്നും മുടക്കണ്ട. 3 ലക്ഷം രൂപ വരെ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. 5,70,000 രൂപയാണ് ചോദിക്കുന്നത്. 5,70,000 രൂപയും ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 2,65,000 ചോദിക്കുന്നത്. മാക്സിമം ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. 2,75 വരെ ലോൺ കയറും. ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാസ് ബാക്ക് ആയിട്ട് 10 രൂപ കൊടുക്കുകയും ചെയ്യാം. 40-30 രൂപ ആ റേഞ്ച് കയപ്പിയാൽ മതി. ഉണ്ടെങ്കിൽ അതിലേറെ കയറുകയും ചെയ്യും. വെറും 16 രൂപയ്ക്ക് ഗ്യാരണ്ടി 3,50,000 രൂപയാണ്. ഒരു 3 ലക്ഷം രൂപ വരെ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. 50,000 മുടക്കിൽ വണ്ടി ഇറക്കാം. നമ്മളങ്ങനെ വീണ്ടും ഒരു പുതിയ ഷോറൂം ആയിട്ട് വീട് എത്തിക്കുന്നുണ്ട്. പുയക്കാട്ട് ഫോക്കസ് ഡ്രൈവ് ആണ്. നല്ല ക്വാളിറ്റി നല്ല ഗ്യാരണ്ടി വണ്ടികൾ മെയിൻ ആയിട്ടുള്ളത്. ഏകദേശം ഒരു 10-20ഓളം വണ്ടികളുണ്ട്. മേജർ ആക്സിഡന്റ് ഫ്രണ്ടിനൊക്കെ ഫുൾ ഗ്യാരണ്ടി ഉള്ള അടിപൊളി ഷോറൂമാണ്. നമ്മുടെ കോളത്തിന് ഓണറായ ഷിയാബുക്ക് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം അല്ലേ? ഷാറല്ലേ? പുതിയ ഷോറൂമാണ് അല്ലെ? ഫുൾ ഗ്യാരണ്ടി വണ്ടികൾ മാത്രമേ കൊടുക്കുള്ളൂ. നല്ല വണ്ടികൾ മാത്രം. ലൊക്കേഷൻ പറഞ്ഞാൽ ലൊക്കേഷൻ നമ്മള് കോട്ടക്കലിന് പെരിന്തൽമണ്ണ പോണ റൂട്ടില് പുഴക്കാട്ടിരി ജംഗ്ഷനിൽ ഒരു 500 മീറ്റർ ഉള്ളിൽ കയറിയ ഉള്ളേരിയിലാണ്. ഒരു കുന്നും പ്രദേശത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. റോട്ടുമൊന്നും കാണാൻ നോക്കിയാലും കാണൂല. വീഡിയോയിൽ 2-3 നമ്പർ ഉണ്ട്. വിളിച്ചാൽ ലൊക്കേഷൻ വിട്ടല്ലോ. ഗൂഗിൾ അടിച്ച് കിട്ടും. ഗൂഗിളിൽ ഫോക്കസ് ഡ്രൈവ് അടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ അടിക്കണം. എത്ര മുതൽ വണ്ടിയിൽ തുടങ്ങുന്നുണ്ട്? നമുക്ക് 2013 മുതൽ അങ്ങോട്ട് മേപ്പോട്ട് 2022-23 വരെ വണ്ടികളാണ് മെയിൻ ആയിട്ട് ചെയ്യണത്. കുറഞ്ഞതില്ല. 1.5 ലക്ഷം രൂപ മുതൽ അങ്ങോട്ട് മേലക്കില്ലേ ചെയ്യണത്. നമ്മള് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ വണ്ടികൾ മാത്രം. എല്ലാത്തിനും ലോൺ ഫെസിലിറ്റി കൊടുക്കാൻ പറ്റിയ വണ്ടികൾ, മെക്കാനിക്കലി എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ വണ്ടികളാണ് ഞങ്ങൾ ചെയ്യണത്. പിന്നെ മാക്സിമം ഡീസൽ വണ്ടികൾ ഞങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഡീസൽ വണ്ടികൾ നമ്മളടുത്ത് ഇല്ല വണ്ടികളാണെന്നുണ്ടെങ്കിൽ 1 lakh ബിലോ ഓടിയത് മാത്രം. എബോ ഓടിയ വണ്ടികൾ ഞങ്ങൾ എടുക്കുന്നില്ല. കറക്റ്റ് ഷോറൂം സർവീസും കാര്യങ്ങളും ഇല്ല വണ്ടികൾ മാത്രം എടുക്കുള്ളൂ. പിന്നെ ഒരു 90% പെട്രോൾ വേരിയന്റ് ആണ് ഭൂരിഭാഗം നമ്മൾ എടുക്കുന്നത്. അത് നല്ല ഗ്യാരണ്ടിയിൽ നമ്മൾ കൊടുക്കുകയും ചെയ്യാം. പിന്നെ 19 മേലക്കുള്ള വണ്ടികൾക്ക് നമ്മൾ വാറന്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷോറൂം എല്ലാം ആദ്യം ടൈപ്പ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലാത്തുണ്ട്. പിന്നെ ഓൾറെഡി 19 രൂപയുടെ മേലക്കുള്ള ഓൾറെഡി വാറന്റി ഇല്ല വണ്ടികളുണ്ടല്ലോ, അത് അറ്റാച്ച് ചെയ്ത് കസ്റ്റമർക്ക് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ടോട്ടൽ ലോസിനൊക്കെ നമ്മൾ ഗ്യാരണ്ടിയാണ്. ബൈബാക്ക് ഗ്യാരണ്ടിയാണ്. അതൊക്കെ നമ്മൾ റെഡി ആക്കി കൊടുക്കും. നമ്മൾ ഡെലിവറി കൊടുത്തിട്ട് ഒരാഴ്ചന്റെ ഉള്ളിൽ വണ്ടിക്ക് എന്ത് കംപ്ലൈന്റ് വന്നാലും അതൊക്കെ നമ്മളായിരിക്കും കൊടുക്കും. ഫുൾ ഗ്യാരണ്ടി ഷോറൂം നടക്കേണ്ട അതേ കണ്ടീഷനിൽ വണ്ടി വീട്ടിൽ കൊണ്ടുപോകാം. ഹോം ഡെലിവറി ഉണ്ടോ? ഹോം ഡെലിവറി 30 കിലോമീറ്ററിന്റെ അടിയിലൊക്കെ ഹോം ഡെലിവറി നമുക്ക് ചെയ്ത് കൊടുക്കാം. ദൂരാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വേണ്ട മാതിരി ചെയ്ത് കൊടുക്കാം. ചെറിയ എക്സ്പെൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. എങ്ങനെ നമ്മൾ കൊടുക്കും? അതെ, നമുക്ക് കസ്റ്റമർ ആണ് മെയിൻ ആയിട്ട്. ആൾക്കാർ വന്നാൽ മാത്രം വകക്ക് നമ്മൾ സെറ്റ് ആയി തരും. വീഡിയോയിൽ കാണാം. അതെ, തീർച്ചയായും. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നടക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ചെറിയ വിലക്ക് നല്ല അടിപൊളി കാറുകൾ കൊടുക്കും. അതെ, നമ്മളാ ഷോപ്പ് വരുന്നത് ഷോപ്പ് പെരിന്തൽമണ്ണെന്ന് കോട്ടക്കലേക്ക് പോണ റൂട്ടിന് പുഴക്കാട്ടി ജംഗ്ഷൻ 500 മീറ്റർ കയറി കഴിഞ്ഞാല് ലൊക്കേഷൻ ഒക്കെ വിട്ടുകൊടുക്കും. ഫുൾ ഗ്യാരണ്ടി ഗ്യാരണ്ടി ക്വാളിറ്റിയിലെ വണ്ടികൾ മാത്രം 13ന്റെ മേലക്കില്ല ക്വാളിറ്റിയിലെ വണ്ടികൾ എല്ലാം ജോൺ ചെയ്യാൻ പറ്റിയ വണ്ടികൾ. അപ്പൊ ആദ്യത്തെ വണ്ടി അടിപൊളി അൾട്ടോ 800 അൾട്ടോ 800 റെഡ് കളർ കിളിക്കുഞ്ഞ് ആയിക്കോട്ടെ. കിളിക്കുഞ്ഞ് വണ്ടി ആയിക്കോട്ടെ. എങ്ങനെ മോഡൽ ഇരുന്നാല് ഇത് 2016. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ്, 82,000 കിലോമീറ്റർ ഓട്ടം. പിന്നെ LX ആണ് വേരിയന്റ് വരുന്നത്. AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ വരുന്ന വണ്ടി. ടയർ ഭാഗം ഫ്രണ്ട് 2 പുതിയ ടയർ ഉണ്ട്, ബാക്ക് ആവറേജ് ടയർ ഉണ്ട്. പിന്നെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. വർക്കിംഗ് കണ്ടീഷൻ ആണ്. റീപ്ലേസ് ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്. മാറിയണോ? കമ്പനി തന്നെ മാറിയാണ്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? ഇത് 2.10 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്. മാക്സിമം കുറച്ച് കൊടുക്കാം. 2.10 വരെ ലോൺ ഫുൾ ലോൺ കയറ്റി കൊടുക്കും. ഫുൾ ലോൺ പൈസ ഒന്നും മുടക്കണ്ട. ഹോം ഡെലിവറി ഉണ്ടോ? ഹോം ഡെലിവറി നമുക്ക് 30 കിലോമീറ്ററിന്റെ അടുത്തില്ല ഇതിലേക്ക് ഹോം ഡെലിവറി ചെയ്യാം. ഓൾ കേരള നമുക്ക് നോക്കാം, ശ്രമിക്കാം. വിളിച്ചോട്ടെ. ശരി. അടിപൊളി ഇയോൺ ഉണ്ട്. 2018 ലാസ്റ്റ് വണ്ടി. 18 ലാസ്റ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓപ്ഷൻ ഇറ പ്ലസ് ആണ് വരുന്നത്. നമുക്കിത് ചോദിക്കുന്ന പ്രൈസ്
പിന്നെ 2.65 ചോദിക്കണത്. മാക്സിമം ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. 2.75 വരെ ലോൺ കയറും. ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാഷ് ബാക്ക് ആയിട്ട് 10 രൂപ കൊടുക്കും ചെയ്യാം. അത് വേറെ കൊടുക്കും ചെയ്യാം. ഇല്ല, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഒന്നുമില്ലല്ലേ? ഇല്ല ഇല്ല. 2,65,000 ചോദിച്ച വണ്ടിക്ക് 2.75 കിട്ടും ചെയ്യും. ലോൺ കിട്ടുകയും ചെയ്യും. 16 രൂപ ക്യാഷ് ബാക്ക്. സിംഗിൾ ഓണർഷിപ്പ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി എല്ലാം കൊണ്ടും ഗ്യാരണ്ടി വണ്ടി. പെട്രോൾ മൈലേജ് കിട്ടും. പെട്രോൾ നമുക്കൊരു 16 to 20 ഉള്ളിൽ പ്രതീക്ഷിക്കാം. എന്തായാലും മൈലേജ് കിട്ടും. സിറ്റി ഡ്രൈവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 17 ആ റേഞ്ചിൽ. അല്ല ലോങ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 വരെ ചെയ്ത് കൊടുക്കാം. കിട്ടും. വണ്ടി വീണ്ടും അൾട്ടോ 800. ആൾട്ടോ 800 2019 BS6 വരുന്ന വണ്ടി. തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഗ്യാരണ്ടി ഒന്നുമില്ല. ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റി. ജസ്റ്റ് 26,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇല്ല. തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ. സ്റ്റെപ്പിന് കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. തൊടാത്ത വണ്ടി. ടയർ കമ്പനി വന്നപ്പോൾ ടയറാണ്. ഇന്ത്യൻ ഭാഗം കാര്യങ്ങളൊക്കെ പക്ക നീറ്റാണ്, ക്വാളിറ്റിയാണ്, ഉഷാറാണ്. ഇതൊക്കെ ഒക്കെ LXI. ഇത് LXI വരുന്നത് BS6 ആണ് വരുന്നത്. എയർ ബാഗ് ABS ഒക്കെ അഡീഷണൽ ഉണ്ടാവും. AC LXI വരുന്നത്. അതെ, 2 ഡോർ വിൻഡോ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? ഇത് നമ്മള് 3.15 ആണ് എക്സ്പെക്ട് ചെയ്യണത്. ഒരു 3.10 വരെ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. 5,000 രൂപ 5,000 രൂപ നമുക്ക് റേറ്റ് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതില് ലോൺ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. വണ്ടി നല്ല ക്വാളിറ്റിയിലെ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആട്ടെ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്. ഒന്നുമില്ല. മേജർ മൈനറും ഇല്ല. ക്ലീൻ വണ്ടി. അടുത്ത വണ്ടി വീണ്ടും ആൾട്ടോ 800 ആണല്ലോ. ആൾട്ടോ 800 സിംഗിൾ ഓണർ. 2020 മാനുഫാക്ചർ, 2021 രജിസ്ട്രേഷൻ വണ്ടി. അതെ, തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. LXI ആണ് വേരിയന്റ് വരുന്നത്. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഫുള്ളാ. ഫ്രണ്ട് പുതിയ ടയറാണ്. ബാക്ക് കമ്പനി വന്നപ്പോൾ ടയറാണ്. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. വേറെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട് കേട്ടോ. എത്ര ചോദിക്കുന്ന ഇത് 3.45 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്. ഒരു 3.25 വരെ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. നല്ല ട്രാക്കിലെ ആളാണെന്നുണ്ടെങ്കിൽ 3.45 ലോൺ കിട്ടും. പ്രൊഫൈൽ വേണം. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. പക്ക സർവീസിലാണ്. 10-15 മൈലേജ് കിട്ടൂലേ? മൈലിട്ട് ടു 20 ഉള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കിട്ടും. പുതിയ ടൈപ്പ് ആയതുകൊണ്ട്. പഴയ ടൈപ്പ് കുറച്ച് കമ്മി ഉണ്ടാവും. ഇതൊരു 20 അടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത വണ്ടി സ്വിഫ്റ്റ് 2015 മോഡല് ലാസ്റ്റ് വരുന്ന സ്വിഫ്റ്റ്. 15 ലാസ്റ്റ് ആണ്. 15 ലാസ്റ്റ്. ഇത് ഓപ്ഷൻ ഇത് VXI ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. A to Z കമ്പനി ഹിസ്റ്ററി ഉണ്ട്. 1 lakh ആണ് ഇപ്പൊ ഓടിയിട്ടുള്ളത്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി പക്കയാണ്. ഇവിടെ വന്ന ഹിസ്റ്ററി നമുക്ക് കൊടുക്കാം. ചെക്ക് ചെയ്ത് കൊടുക്കാം. അതെ. പിന്നെ ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം പുതിയ ടയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഭാഗം കാര്യങ്ങൾ റൂഫ് ചളി കാര്യങ്ങളൊന്നും ഇല്ല. പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ കേട്ടോ. എത്ര ഓടിക്കണം? ഇത് 1 lakh ഇപ്പൊ ആയിട്ടുള്ളൂ. 1 lakhൽ സർവീസ് ഇപ്പൊ എടുത്തും ചെയ്തു. ഫുള്ള് KVR സർവീസ് ഉണ്ട്. സർവീസ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? ഇതിന് 4,25,000 രൂപ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്. മാക്സിമം ഒരു 3.45 to 3.90 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ IP മതി. ഒരു 40-30 റുപ്യ ആ റേഞ്ച് IP മതി. ഉണ്ടെങ്കിൽ അതിലേറെ കയറും ചെയ്യും. പെട്രോൾ നമുക്കൊരു 15 to 17 ഉള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കിട്ടും. വീണ്ടും സ്വിഫ്റ്റ് ന്യൂ ഷേപ്പിൽ വരുന്നത് 4 സിലിണ്ടർ വണ്ടി. ഇത് 2020 മോഡല്. സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ പറഞ്ഞാൽ നമ്മളാണ് സെക്കൻഡ് ഓണർ. അങ്ങനെ മാറിയതാണ്. നമ്മളെ പേർക്ക് മാറി എടുത്താണ്. പിന്നെ തട്ടുമുട്ട് റീപ്ലേസ് പോയിട്ട് റീപെയിന്റ് വണ്ടി നമുക്ക് കയറിയിട്ടില്ല. അത് ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് കൊടുക്കാം. നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്തെടുത്ത വണ്ടിയാണ് കേട്ടോ. കറക്റ്റ് കമ്പനി സർവീസ്. ഒരു അപാകത ഇല്ല കേട്ടോ. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. അത് പിന്നെ 6 month വാറന്റി ഉണ്ട്. 3 ഫ്രീ സർവീസ് കൊണ്ട് കേട്ടോ. അപ്പൊ നിലവിൽ നമുക്ക് അതും പുതിയതായിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇപ്പൊ ചെയ്തതാണ്. ഒരു 10-18 റുപ്യ റേറ്റിന്റെ ആൻഡ്രോയിഡ് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ. 4 പുത്തൻ ടയർ ഉണ്ട്. ഒന്നും അനങ്ങിയിട്ടില്ല. പിന്നെ സർവീസ് കാര്യങ്ങൾ ഫുള്ള് കമ്പനി ഹിസ്റ്ററിയിലെ വണ്ടി. ഇത് 81,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓൺഷിപ്പില്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. റീപെയിന്റ് കയറിയിട്ടില്ല. അതാണ് ഇതിന്റെ ക്വാളിറ്റി മെയിൻ ആയിട്ട്. ഇത് ഓപ്ഷൻ VXI ആണ് വേരിയന്റ് വരുന്നത്. പെട്രോൾ ആണ് വരുന്നത്. നമുക്കൊരു 17 to 20 ഉള്ളിൽ മൈലേജ് പ്രതീക്ഷിക്കാം. ഇതിന് നമ്മള് 6,35,000 രൂപയാണ് ചോദിക്കണേ. നല്ല ട്രാക്കിലെ കസ്റ്റമർ ആണെങ്കിൽ ഒരു 6 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം. 35,000 അതെ. 35,000 നമുക്ക് ഇറക്കി കൊടുക്കാം. റേറ്റ് നെഗോഷ്യബിൾ ആട്ടോ. മാക്സിമം ചെയ്ത് കൊടുക്കാം. വീണ്ടും ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ആണല്ലോ. ഇത് സ്വിഫ്റ്റ് 2019-20 വണ്ടി.
2010 മോഡൽ 20 രജിസ്ട്രേഷൻ ഉണ്ട്. 20 രജിസ്ട്രേഷൻ വണ്ടി. ZXi ആണ് ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. ഫുൾ ലോഡ് ഉണ്ട് അല്ലേ? ഫുൾ ലോഡ്. അലവിയിൽ വരും, ബട്ടൺ സ്റ്റാർട്ട് വരും, പിന്നെ റിവേഴ്സ് ക്യാമറ, പിന്നെ അതുപോലെ കീലെസ് എൻട്രി, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC, ബാക്ക് വൈപ്പർ, ഡിഫോഗർ. പിന്നെ ടയർ ഭാഗം ഒക്കെ നോക്കുകയാണെങ്കിൽ 90% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓടിക്കണ ഒരു മിനിറ്റ്, ഇത് ഓടിക്കണ 57,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 50,000 കിലോമീറ്റർ ഓടിക്കിട്ടില്ലേ? കറക്റ്റ് പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട്. നല്ല വണ്ടി, നല്ല വൃത്തിയിലെ വണ്ടി. എല്ലാം ഫുൾ ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി. ഹിസ്റ്ററിലെ വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ബമ്പറിൽ അവിടെയും ഇവിടെ ചെറിയ ടച്ചപ്പ് ഉണ്ട് എന്നല്ലാതെ ബോഡിക്ക് കാര്യങ്ങളൊന്നും ടച്ചപ്പ് കയറാത്ത വണ്ടി. നല്ല വണ്ടിയാണ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇതിന് നമ്മൾ 6,45,000 രൂപയാണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്. അതിമൊരു 6 ലക്ഷം രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ വരും. കിട്ടും. ഒരു 10-40 രൂപ വണ്ടി ഇറക്കാം. പെട്രോൾ എത്ര മൈലേജ്? പെട്രോൾ ഒരു 18-20 ഉള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും 4 സിലിണ്ടർ ആണ് വരുന്നത്. നല്ല ബോഡി വെയിറ്റ്, നല്ല വണ്ടിയാണ്. അടുത്ത അടിപൊളി വാഗണർ ആയിക്കോട്ടെ. വാഗണർ 2016 മോഡല്. 16 സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത് നിലവിലുള്ള. 1,05,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഇത് VXi ആണ് ഓപ്ഷൻ വരുന്നത്. അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. 16 VXi ഫുൾ ഓപ്ഷൻ വരുന്ന സാധനം. ടയർ ഭാഗം കാര്യങ്ങളൊക്കെ ഒരു 90% ടയർ ഉണ്ട്. 4 ടയറും വലിയ കുഴപ്പമില്ലാത്ത ടയറും കാര്യങ്ങളും ഉണ്ട്. ഇന്ത്യയുടെ എക്സ്റ്റീരിയർ ക്വാളിറ്റിയിലാണ്. എല്ലാം കമ്പനി സർവീസ് തന്നെ ഫുള്ള് വരുന്നത്. ഫുള്ള് കമ്പനി സ്റ്റീറിയാണ് വരുന്നത്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അതന്നെ ഹൈലൈറ്റ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ഇൻബിൽറ്റ് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, പിന്നെ ഫോഗ് ലാംപ്സ് കാര്യങ്ങളെല്ലാം കമ്പനി തന്നെ ഫിറ്റഡ് വരുന്നതാണ്. കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നല്ല വണ്ടിയാണ്. ഇതിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 3.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഒരു 3.40 വരെ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. പെട്രോൾ നമുക്കൊരു 15 to 18 ഉള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കിട്ടും. അടുത്ത വണ്ടി ന്യൂ ഷേപ്പ് വാഗണർ. 1.2 വരുന്നതാണ്. പിന്നെ VXi ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. മോഡൽ 2021 ലാസ്റ്റ് ഡിസംബർ വണ്ടിയാണ്. 21 ലാസ്റ്റ്. തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇല്ല. ഗ്യാരണ്ടി ഉള്ള വണ്ടിയാണ്. 6 മന്ത് വാറന്റി ഉണ്ടാവും. ഫ്രീ സർവീസും നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. പിന്നെ മെക്കാനിക്കൽ സൈഡ് കാര്യങ്ങളൊന്നും നോക്കാല്ല, വാറന്റി ഉണ്ടായതുകൊണ്ട്. എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ പുതിയൊരു ഫീൽ കിട്ടും. അത് കിട്ടും. പിന്നെ ടയർ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 90% ടയറും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ഉണ്ട്. ബാക്കിലും ഒരു 50-55% ബാക്കിലും ടയറുകൾ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? ഇതിന് നമ്മൾ റേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 5,70,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. 5 ലക്ഷം രൂപ ലോണും കിട്ടും. ഇതിന് കയറും. 25,000 നമുക്ക് വണ്ടി കൊടുക്കാം. പെട്രോൾ ഇത് നമുക്ക് സ്വിഫ്റ്റിന്റെ സെയിമാ കിട്ടുക. ഒരു 18-20 ഉള്ളിൽ നമുക്ക് മൈലേജ് ഒന്നും നോക്കണ്ട. കംപ്ലൈന്റ് വരാത്ത വണ്ടി, പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി. എക്സ്പ്രസ് 2022 21 മാനുഫാക്ചറിങ്, 22 രജിസ്ട്രേഷൻ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ്. 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓപ്ഷൻ VXi പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ്. എയർ ബാഗ്, ഡുവൽ എയർ ബാഗ് വരും. പിന്നെ ABS, പിന്നെ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇതിൽ ബാക്കിൽ വരുന്നത് ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം കമ്പനി ഇറങ്ങിയപ്പോൾ ടയറാണ്. സ്റ്റെപ്പിന് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. സ്റ്റെപ്പിന് കമ്പനി വന്ന പുതിയ സ്റ്റെപ്പിനാണ് ഉള്ളത്. വേറെ തട്ടുമുട്ട അപാകതകളൊന്നും ഇല്ല കേട്ടോ. ക്ലീൻ പീസ് വണ്ടി. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടി. ഇത് ചോദിക്കണത് നമ്മള് 4,65,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 4,65,000 രൂപ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഒന്നും മുടക്കണ്ട. ഒരു അപാകത. നല്ല വണ്ടി കേട്ടോ. ഒരു മിനി SUV ഒരു ഫാമിലിക്ക് പറ്റിയ വണ്ടി. പിന്നെ റിഡ്സ് 2013 മാനുഫാക്ചറിങ്, 2014 രജിസ്ട്രേഷൻ വരുന്ന. 3rd ഓണർഷിപ്പില് നിലവിലുള്ളത്. ജെനുവിൻ ഓട്ടാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് നമ്മളാണ് ഇതിന്റെ RC ഓണർ. 3rd ഓണർഷിപ്പ്. നമ്മൾക്ക് 5 വർഷമായിട്ട് ഉണ്ടായിരുന്ന വണ്ടിയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി. ഇത് VDI ആണ് വേരിയന്റ് വരുന്നത്. ഡീസലാണ് എഞ്ചിൻ കേട്ടോ. ഇന്റീരിയർ എക്സ്റ്റീരിയർ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതെ. അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി. VDI ആണ്. എല്ലാം ഉണ്ടാവും. 4 ഡോർ പവർ വിൻഡോ ഉണ്ടാവും.
പിന്നെ അത്യാവശ്യം വേണ്ട മൈലേജ് ഒരു 19-20 ആ റേഞ്ചിക്ക് മൈലേജ് എന്തായാലും കിട്ടും ചെയ്യും അല്ലേ? വീഡിയോ എഞ്ചിൻ എല്ലാവർക്കും അറിയുന്ന എഞ്ചിൻ കൂടിയല്ലേ, DADS-ന്റെ എഞ്ചിൻ അല്ലേ? ഓക്കെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇതിന് നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 3,50,000 രൂപയാണ്. ഒരു 3 ലക്ഷം രൂപ വരെ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. 50,000 മുടക്കിൽ വണ്ടി ഇറക്കാം. 50,000 മുടക്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. എത്ര മൈലേജ് കിട്ടും? മൈലേജ് നമുക്ക് ഒരു 20 അടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കിട്ടും. കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി സ്റ്റിംഗ്രയാണ് വരുന്നത്. 2015 മോഡല്, 3rd ഓണർഷിപ്പ് ആണ് വരുന്നത്. ബ്ലൂ കളർ ആണല്ലേ? ബ്ലൂ കളർ, നല്ല നല്ല മിഡ് നൈറ്റ് ബ്ലൂ ആണ്, നല്ല കളറാണ്. അത്യാവശ്യം ഫിറ്റിംഗ്സ് എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അലോയ് വീൽസ് ഉണ്ട്, പിന്നെ ബാക്ക് വൈപ്പർ, ഡീഫോഗർ, പിന്നെ റീപ്ലേസ് ഇല്ല, അതന്നെ ഹൈലൈറ്റ്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടി. വേറെ വണ്ടി മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടിയാണ്. ടയറും കാര്യങ്ങളൊക്കെ ഒരു 90% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ടയറും പുതിയ ടയറാണ്. വേറെ റീപ്ലേസ് ഇല്ലാത്ത തന്നെ 3rd ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇതിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 3,45,000 രൂപയാണ്. ഇതൊരു 3 ലക്ഷം രൂപ വരെ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. മുടക്കിലാക്കാം, ചെയ്ത് കൊടുക്കാം, മാക്സിമം ചെയ്ത് കൊടുക്കാം. പെട്രോൾ നമുക്ക് 15-17 ഉള്ളിൽ മൈലേജ് പ്രതീക്ഷിക്കാം. കിട്ടും. അടുത്തുണ്ടല്ലോ അടിപൊളി ഡസ്റ്റർ ആയിക്കോട്ടെ. ഡസ്റ്റർ ആണ് പിന്നെ വരുന്നത്. 2nd ഓണർഷിപ്പില് തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല, കറക്റ്റ് കമ്പനി സർവീസ് വരുന്ന വണ്ടി. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടി. എത്ര മോഡലുണ്ട് ഇത്? 2016 ഡിസംബർ ലാസ്റ്റ് വണ്ടി. 17 അഡ്വഞ്ചർ ആണ് വരുന്നത്. RX ആണ്, അഡ്വഞ്ചർ ആണ്. നല്ല ക്വാളിറ്റി വണ്ടി. ക്വാളിറ്റി വണ്ടി. തട്ടുമുട്ട് അപാകതകൾ ഒന്നും ഇല്ലാത്ത വണ്ടി കേട്ടോ. 2nd ഓണർഷിപ്പ് 1.20 ഓട്ടം. ജെന്യൂൻ കമ്പനി സർവീസിലെ വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല, ഒരു പരിപാടി ഒന്നുമില്ല. ഇന്റീരിയർ എക്സ്റ്റീരിയർ കാര്യങ്ങളൊക്കെ പക്ക. ഒരു ഫാമിലി യൂസിന് പറ്റിയ വണ്ടി. അത്യാവശ്യം ഒരു 20 അടുത്ത് മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. 85 PS വരുന്ന വണ്ടി കേട്ടോ. 85 വരുന്ന വണ്ടിയാണ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇതിന് നമ്മൾ ചോദിക്കണം 5,70,000 രൂപയാണ് ചോദിക്കുന്നത്. 5,70,000 രൂപയും ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. പൈസ വേണ്ട. ഇത് മൈലേജ് നമുക്ക് ഒരു 19-20 ആ റേഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കിട്ടും. നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടി കുഴപ്പമില്ല, നല്ല വണ്ടി. ഇത് വാഗണർ 2012 VXi. 12 VXi ആണ്. 12 VXi നല്ല ബിൽഡ് ക്വാളിറ്റിയിലെ വണ്ടി കണ്ടോ. ഒരു കോഫി കളർ അല്ല? കോഫി കളർ, നല്ല ബോഡി ഷേപ്പിലെ വണ്ടി. ചൊറുക്കുള്ള വണ്ടി, നല്ല ചൊറുക്കില്ല വണ്ടി. 1.5 ഓട്ടം. തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് തന്നെ. ഫുള്ള് A to Z കമ്പനി തന്നെ സർവീസും കാര്യങ്ങളൊക്കെ എടുത്തു വരുന്നത്. 2nd ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. എല്ലാവിധ ഫീച്ചേഴ്സ് അന്നെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയിൽ. അതായത് ബാക്ക് വൈപ്പർ, ഡീഫോഗർ, സ്റ്റീരിയോ, സെന്റർലോക്ക്, ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. സീറ്റർ, ഒരു ചെറിയ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി. വലിയ പ്രൈസും കാര്യങ്ങളൊന്നും വരാത്ത വണ്ടി. ലോണും കിട്ടും. ഒരു 1.80 ലോൺ കൊടുക്കാൻ നമുക്ക് 2.65 അതിന് പ്രൈസ് വരുന്നത്. 2,65,000 ചോദിക്കുന്നുണ്ട്. മാക്സിമം കുറച്ച് കൊടുക്കും. മാക്സിമം ലോൺ കയറും. 30 രൂപ ഇറങ്ങുമോ? 30 രൂപയ്ക്ക് ഇറങ്ങൂല. 1.80 ലോൺ നമുക്ക് കിട്ടും. പിന്നെ അവർക്ക് ട്രാക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ 2 മേലെ തന്നെ നമുക്ക് ലോണും ചെയ്തു കൊടുക്കും. പ്രൊഫൈൽ വേണം. പെട്രോൾ നമുക്ക് ഒരു 15-17 ഉള്ളിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. കിട്ടും. കെ സീരീസ് ആണ്, നല്ല ഇഞ്ചനാണ്. കെ സീരീസ് നല്ല ഇഞ്ചനല്ലേ. ആൾട്ടോ 2017 മോഡല്. പിന്നെ 2nd ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 70,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 70,000 ഓടിയിട്ടുള്ളൂ. പിന്നെ തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് വണ്ടി കയറ്റിയിട്ടുണ്ട്. ഒരു 10,000-45,000 രൂപ അക്സസറീസ്, ഡിഫ്യൂസർ, സീറ്റ് കവേഴ്സ് ഇതൊക്കെ പുതിയത് ചെയ്താണ്. അതെ. ഇതിന് നെഗറ്റീവ് എന്ന് പറയാൻ ടയർ കുറച്ച് കമ്മിയുണ്ട്. ബാക്കി മെക്കാനിക്കൽ സൈഡ് ഒക്കെ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റും. നല്ല ക്വാളിറ്റിയിലെ വണ്ടി കേട്ടോ. ഡോർ തുറന്നാൽ ലൈറ്റ് കത്തുണ്ട്. അതെ. നല്ല സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തേ വണ്ടി. ചെറിയ ഫാമിലിക്ക് പറ്റിയ വണ്ടി. അതെ, ചെറിയ ഫാമിലിക്ക് മാക്സിമം ലോൺ കിട്ടും. 2.25 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 2.65 നമ്മൾ പ്രതീക്ഷിക്കണം. ചെറിയ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഒരു 30,000 മുടക്കിലിറക്കാം. ഇത് പെട്രോൾ എന്തായാലും 10 മൈലേജ് കിട്ടും. ഇതൊരു 17-19 ഉള്ളിൽ നമുക്ക് മൈലേജ് എന്തായാലും കിട്ടും. നല്ല വണ്ടി. പിന്നെ അതേമാതിരി തന്നെ 2016 വീണ്ടും 2016 ലാസ്റ്റ് മോഡലാട്ടത് വരിക. 2016 ലാസ്റ്റ് 2nd ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ ഓടിയിട്ടുള്ളൂ. തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 85-90% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് ഇല്ല കേട്ടോ. ഇല്ല. LXi ആണ് വേരിയന്റ് വരുന്നത്. ഫുൾ ഓപ്ഷൻ തൊട്ട് VXi ആണ് ഏറ്റവും ടോപ്പ്. അതിന് താഴെ ഉള്ളതാണ് LXi. അത് LXi ആണ് വരുന്നത്. എല്ലാവിധ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു ഫാമിലിക്ക് പറ്റിയ നല്ലൊരു
കളറാണത്. നല്ല ഗ്രേ കളർ അല്ലേ? ഗ്രേ കളർ, നല്ല ബിൽഡ് ക്വാളിറ്റി, ബോഡി കാര്യങ്ങളൊക്കെ നല്ല പക്കയാണ്. ഇത് റീപ്ലേസ് ചെയ്യല്ലോ? ഇത് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 2,45,000 രൂപയാണ് ചോദിക്കുന്നുണ്ട്. ഒരു 2,10,000 വരെ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. കയറും. വെറും 30,000 മുടക്കിൽ അൾട്ടോണൂർ ഇറക്കാം. മൈലേജും കിട്ടും. അത് കിട്ടും. ഫുൾ ഗ്യാരണ്ടി ആണ്. നല്ല വണ്ടി. ഇവിടെ ഉള്ള ഒരുവിധം വണ്ടികൾ മുഴുവൻ കമ്പനി സ്റ്റെറിലുണ്ട്. കമ്പനി സ്റ്റെറിംഗ് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളോട് വന്ന സ്റ്റെറിംഗ് നമ്മൾ കൊടുക്കും. അത് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കൺഫേം ആയിട്ട് എടുത്താൽ മതി. കഴിയുന്നത് ഒരു വർഷാപ്പ് വരെ ആരെങ്കിലും കൂട്ടിയിട്ട് മാക്സിമം ചെക്ക് ചെയ്തിട്ട് എടുക്കുക. നല്ല വണ്ടികളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. മോഡൽ കുറഞ്ഞ വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടാവില്ല. 13 താഴത്തേക്കുള്ള വണ്ടികൾ ഞങ്ങൾ എടുക്കുന്നില്ല. അതൊക്കെ ഗ്യാരണ്ടി ആണ്. ഗ്യാരണ്ടി പറയുന്നത് നല്ല വണ്ടി കൊടുക്കുക, ആൾക്കാർക്ക് നല്ല വണ്ടി മാത്രം കൊടുക്കുക. അത് മാത്രമേ ഞങ്ങൾ നല്ല സർവീസ് കൊടുക്കുമ്പോൾ എല്ലാ ആൾക്കാരുണ്ടാവുള്ളൂ. വീടിന്റെ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറുവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അടുത്തുള്ള അടിപൊളി വീഡിയോ കാണാം.